ഇതേമാതിരി പിടിച്ചണം. ഇതൊരു കൊലയാണ്. പോണല്ല പണിയാണ് ആ പിടിച്ചത്. ഇതിന് മുന്നേ വന്ന പൂക്കുലകളൊക്കെ പിടിച്ചുകൂടായി. ഓരോ പൂക്കുല ഓരോ മുറ ഉണ്ടായി. ഹായ് സുഹൃത്തുക്കളെ, സുഖമാണ് എല്ലാവർക്കും. ജോവറാണ്. നമ്മളിന്ന് തമിഴ്നാട് എത്തിട്ടോ. കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ അടക്ക പറിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മാസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു അടക്ക പറിക്കുന്നതിൻ്റെ വീഡിയോ കേട്ടോ. ഇല്ല പോയാതി അങ്ങോട്ട് കൊണ്ടോണോ? വേണ്ടത് കിട്ടാൽ മതി. ഇതേമാതിരി പിടിച്ചണം. ഇതൊരു കൊലയാണ്. നിങ്ങളെവിടെ ഇങ്ങനെ പോണല്ല പണിയാണ് ആ പിടിച്ചത്. ഇതിന് മുന്നേ വന്ന പൂക്കുലകളൊക്കെ പിടിച്ചുകൂടായി. ഓരോ പൂക്കുല ഓരോ മുറ ഉണ്ടായി. ഇവിടെയൊക്കെ ഏകദേശം അടുത്ത സീസണിലേക്കുള്ള അടക്ക ആയി തുടങ്ങിട്ടോ. പച്ചടക്ക ആയി തുടങ്ങി, പൂക്കുലൊക്കെ വിരിഞ്ഞ് പിടിക്കൽ തുടങ്ങി. അടക്ക ചെറിയ സൈസായി തുടങ്ങി. നല്ല രീതിക്ക് എല്ലാ കമുകിലും അടക്ക പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല. ഇവിടെയൊക്കെ എല്ലാ കമുകിലും എല്ലാ വിരിയണ പൂക്കുലയും ഒരുപോലെ പിടിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തപ്പോഴേ, കഴിഞ്ഞ മാസത്തെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് വളമാണ് ഇതിനിട്ട് കൊടുക്കുന്നതെന്ന്, ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്നൊക്കെ വീഡിയോ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വളം ചെയ്യുന്ന സമയത്തേക്ക് നമ്മളിവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം എന്നായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടെ വളം ചെയ്യുന്ന സമയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവരിവിടെ ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ ജൈവവളത്തിൻ്റെ പരിപാടി ഇല്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ ജൈവവളം, വളപ്പൊടിയും ചാണകപ്പൊടിയും ആട്ടുംകാട്ടൊന്നും ഇട്ട് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തോട്ടത്തിൽ തന്നെ ആയിരക്കണക്കിന് കമുകുകളുണ്ടാവും. ആയിരക്കണക്കിന് 10,000 കമുകുകളുള്ള ഒരു തോട്ടത്തിൽ എല്ലാ കമുകിനും ജൈവവളം ഒരേപോലെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിന് പകരം ഇവരിവിടെ ഇംഗ്ലീഷ് വളം, രാസവളം മാത്രമേ ഇട്ട് ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാ കമുകിനും രാസവളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കമുകിൻ്റെ ചുവട്ടിലൂടെയും ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് വെള്ളം നനക്കുന്നത്. അപ്പോൾ അത് വഴിയാണ് വളപ്രയോഗം. ഈ ഡ്രിപ്പ് വഴി വളം അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിക്കാണ് ഇവരിവിടെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമുകിനും ഒരേ അളവിലാണ് വളം കിട്ടുക. രാസവളം ഇട്ടെടുക്കുന്നതും ഡ്രിപ്പ് വഴിയാകുമ്പോൾ എല്ലാ കമുകിനും ഒരേ അളവിലേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ എല്ലാ കമുകും ഒരേപോലെ കായ്ക്കുന്നത്. ഒരേ വളർച്ചയും ഒരേപോലെ കായ്ഫലം കിട്ടുന്നത് അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഇംഗ്ലീഷ് വളങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.